സോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോണ ഗെയിം ഏതാ വെച്ചാല് ഒരു തലതെറിച്ച ചെക്ക് ഉണ്ടാക്കിയ ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോണത്. ഗെയിമിന്റെ പേര് ഏതാന്ന് വെച്ചാല് ലെവൽ ഡെവിൽ. ഒരുമാതിരി പേരാണ്. പേരിൽ തന്നെ ഉണ്ട് ഒക്കെ ഒരു സ്വീപ്പാണ്. ലെവല് മൊത്തം ഒരു സ്വീപ്പ് പിടിച്ച സാധനം. അത് കാണാനും ഉണ്ട്. ഈ ഗെയിമിന്റെ ക്രിയേറ്ററിന്റെ മനസ്സ് നമ്മൾ മാനത്ത് കണ്ട് പ്രവർത്തിച്ചാലേ നമുക്ക് ഈ ഗെയിമിൽ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് ഗെയിം പ്ലേയിലോട്ട് കിടക്കാം. അപ്പൊ എന്തായാലും നമ്മളെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമാണിത്. അപ്പം ഇവിടെ നമുക്ക് ചാടി ഫസ്റ്റത്തെ ലെവൽ ഈസി ആയിരിക്കും, അങ്ങനെ ഹാർഡായി വരികയും. അപ്പം എന്തെങ്കിലും ലെവൽ 2 എങ്ങുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം ഒരു സാധനം തുറന്ന് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒന്നാളെ കാണാണ്ടൊക്കെ അടുത്ത ഒന്നുകൂടി വന്നിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ഒരു മയത്തിൽ കളിച്ചോണ്ട് ആടെ നമ്മൾ വീണോയില്ല. അപ്പം എന്തെങ്കിലും ഇവിടെ എന്താണ്ടാവും. ഇത് അലമ്പാണ്. ഇതൊരു ഒരുമാതിരി ഒരു ഗെയിമാ. ചാടി നമ്മൾ അങ്ങനെ മൂന്നാമത്തെ ഒരു പരിപാടിയും കഴിഞ്ഞ് ഇതെന്താണ് തുടങ്ങുമ്പം തന്നെ ഒരു ഇങ്ങനൊക്കെ ചെയ്താൽ മോശമല്ലേ? അപ്പോൾ എന്തെങ്കിലും നമുക്ക് അത് വേഗം ഓടിപ്പോയാൽ മതി. അപ്പം അടുത്തത് എന്താണ്, അടുത്ത ഗേറ്റിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇതെന്താണ് ഇപ്പം മുള്ള് നീങ്ങിപ്പോണ് ഗൈസ്, നീങ്ങിപ്പോണ്. അങ്ങനെ ഇതിൻ്റെ ക്രിയേറ്റർ എന്താ വെച്ചാൽ നമ്മളെ മുടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗെയിമാണ്. ഇയാളെന്താ ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ തന്ത്രപരമായി ചെയ്തുകൊണ്ട് നമ്മൾ ഈ ലെവല് സുഖത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അടുത്തത് നോക്കാം. ഞാൻ പാടെ കറിയാണ്ട് ചാടിപ്പോയാണ്. അതിനുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അടുത്ത ലെവല് അടുത്ത ഗേറ്റിലെത്തി. നമ്മൾ അതെന്ത് പരിപാടിയാ? കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു ലെവലും കഴിഞ്ഞ് ഇനി അടുത്ത ലെവൽ ഏതാ? ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. തോന്നി ചാടി എത്തുന്നില്ല ഗൈസ്. ചാടിയിട്ട് എത്ര പോയിട്ട് അങ്ങ് ചാടി എത്തി അടുത്ത ലെവൽ. ഇതൊന്ന് തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്താൽ അത് വല്ലാത്തൊരു പരിപാടിയാണ്. ഇതിൻ്റെ ക്രിയേറ്റർ മോനെ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടണം നമുക്ക് പറയാൻ പറ്റില്ല. അജാദ് ക്രിയേറ്ററാണ്. ഇനി അടുത്തത് എന്താ? അവിടെ നിൽക്കണേന് ഗൈസ്, അവിടെ നിൽക്കണം തോന്നുന്നു. നോക്കട്ടെ. അവിടെ നിന്ന് ഇനി അത് എൻ്റെ പൊട്ടത്തരം. മര്യാദയ്ക്ക് അവിടെ നിന്ന് ചാടി ഇതാക്കാനുള്ളൂ. എൻ്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, ഇവിടുന്ന് മെല്ലെ ചാടാ. ഓക്കെ, അങ്ങനെ ആ ലെവല് നമ്മൾ കഴിഞ്ഞ്. അത്ര കുഴപ്പമില്ല, ഞാൻ പ്രതീക്ഷിച്ച അത്ര ഹാർഡല്ല. 2-3 വട്ടം കളിക്കുമ്പോൾ ഇതെന്താ കോയിന് കളക്ട് ചെയ്യാണ് വേണ്ടിയത്. അത് വല്ലാത്ത പരിപാടിയായിപ്പോയി. അപ്പം അവിടുന്ന് ചാടിൻ്റെ സെറ്റ് ആ ലെവല് കഴിഞ്ഞ്. ഇത് അവസാനത്തെ ഒരു ചതിച്ച് അവിടെ നമ്മൾ ചാടണം. ഓക്കെ, അത് കഴിഞ്ഞ് ആ ലെവലും കഴിഞ്ഞ് ഗൈസ്. ഇനി നമ്മൾ അടുത്ത ഗേറ്റിലെത്തിയോ? ഇല്ല, ഗേറ്റിലെത്താനായില്ല. ഇനി ഈ ഒരു ഇതും കൂടി കഴിഞ്ഞ് അടുത്ത ഗേറ്റ് കയറാം. ഓക്കെ, എനിക്ക് തോന്നുന്ന കോയിന് തട്ടാൻ പറ്റൂല എന്താ. ഓക്കെ, നമ്മൾ ഈ ഈസി ആയിട്ട് ആ ഒരു ലെവലും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ജോയിസ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. നമ്മളിപ്പം വലത്തോട്ട് പോകുന്ന ജോയിസ്റ്റിക്ക് നിൽക്കുമ്പോൾ ഇടത്തോട്ട് പോകും. കണ്ടില്ലേ, ഞാനിതിപ്പം ഇടത്തോട്ട് നോക്കിയപ്പോൾ വലത്തോട്ട് പോയി. അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വലത്തോട്ടേക്കുള്ള ജോയിസ്റ്റിക്ക് നിൽക്കുമ്പോഴാണ് ഇടത്തോട്ട് പോകുന്നത്. നമ്മളോടെ കളി നമ്മൾ കംപ്ലീറ്റ് ആക്കി. അടുത്ത ലെവൽ നോക്കാം. ഇത് വേഗം പെട്ടെന്ന് അടുത്ത ലെവല് മാറുമ്പം ഒരു ചെറിയൊരു ഇത് വരും. നമ്മൾ ജമ്പിൻ്റെ വട്ടം നിൽക്കുമ്പോൾ നമ്മളല്ല ചാടുന്നത്. ആ ഒരു മുള്ളുമായുള്ള സാധനമല്ലേ, ആ സാധനമാണ് ചാടുന്നത്. അപ്പം നമ്മളിങ്ങനെ പോയിട്ട് അതിൻ്റെ അടുത്തെത്തുമ്പോൾ ചാടുന്ന വട്ടം നിൽക്കിയാൽ മുള്ള് ചാടിപ്പോയി പോകും. നമുക്ക് ചാടാൻ പറ്റൂല. അവസാനം ഒരു ഇതുവരെ അല്ലാത്ത ഒരു മുള്ള് അവസാനം കൊണ്ട് വെച്ച് എന്ത് പരിപാടി നോക്കിയാൽ അവസാനം കൊണ്ട് ആ മുള്ള് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അത് നമ്മൾ സുഖത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താ ഒടുക്കത്തെ ചാട്ടം എന്ന് വെച്ചാൽ ഒടുക്കത്തെ ചാട്ടം. കുഴപ്പമില്ല. അവിടെ എന്തെങ്കിലും ഒരു ഇല്ലേ, കുഴപ്പമില്ല. നമ്മൾ ഇതിൻ്റെ ക്രിയേറ്റർ മനസ്സിൽ വിചാരിക്കുന്ന മാനത്ത് കണ്ട് കളിച്ചാൽ നമുക്ക് നന്ന്. ഇതെന്താ അറിയോ, നമ്മൾ ഓരോ ചെക്ക് പോയിൻ്റ് വരെ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവും ജോയിസ്റ്റിക്കിൻ്റെ. ഇതിപ്പോൾ നമ്മളിപ്പം കണ്ടില്ലേ, ഞാനത് നീക്കുന്നല്ല. നമ്മൾ ജോയിസ്റ്റ് മറ്റേത് നീങ്ങുന്ന സംഭവമില്ല. അത് അവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്ന, അടിയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന ആ സാധനം അത് മാറുക ചെയ്യണത്. അപ്പം ഓക്കെ, എന്താ കാര്യം നമുക്ക് ഇത്തിരി ഒന്ന് തല കറക്കുന്ന ടൈപ്പ് ലെവലാണ്. നോക്കട്ടെ. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഇനി അടുത്ത ഗേറ്റിൽ നമ്മൾ എത്തി ഗൈസ്. അടുത്ത ഗേറ്റിലെത്തി. ഇനി ഇതെന്താ പരിപാടി? ഇവിടെ എന്തോന്നുണ്ട്.
ആ ആ ആ ആ അത് ഇത് ആ ഈ കട്ട അങ്ങനെ പോകണോ ഗൈസ്, നമ്മൾ നടുവിൽ നിൽക്കണം. നടുവിൽ യെസ്. അങ്ങനെ നമ്മൾ ആ ഒരു ലെവൽ കഴിഞ്ഞ് പിന്നെ അടുത്ത എന്ത് ഓക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോണേ. നമ്മളൊന്നും ദിശ വിട്ടിച്ച് കളിച്ചു, വല്ലാത്ത പരിപാടിയായിപ്പോയി. നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ചാടണം എന്നാണ്, അതായിരിക്കും. ഓക്കെ യെസ് യെസ്. അങ്ങനെ നമ്മൾ ആ ലെവലും കംപ്ലീറ്റ് ആക്കി. ഇനി എന്താ ഉള്ളത്? ഇത് മറ്റൊരു കേക്കിന് ഒരു ഗെയിമില്ലേനോ, അതുമാതിരി എനിക്ക് തോന്നുന്നു. ഇങ്ങനെ സൈഡിൽ വരുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെ അട്ടിക്ക് സ്റ്റാക്കായി വരുന്ന ആ ഒരു ഗെയിമാണ് ഇത്. കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും അടുത്ത ചാടി അടുത്ത ഘട്ടം വരല്ലേ, ഈ ഘട്ടം വന്ന് നിൽക്കാം. ഓക്കെ ഓരോന്ന് ജസ്റ്റ് നമ്മളൊന്ന് മോട്ടറാക്കും. ഇനി എന്താ ഉള്ളത്? ഓക്കെ ഇനി അടുത്ത ലെവല് ചാടുന്ന സംഭവം. ഇത് ചാടുന്ന മറ്റേ ഒരു പരിപാടി. ഓക്കെ ചാടി ആടുന്ന് ചാടരുത്, അവിടെ ചാടാൻ എന്നോട് ആര് പറഞ്ഞു? എന്തിന് ചാടി നീ? ഓക്കെ അപ്പോൾ അവസാനത്തെ അതിന് ചാടരുത്. ഓക്കെ പിന്നെ എന്തോന്ന്? ഓ അങ്ങനെ പിന്നെ ഇവിടെ അങ്ങനെ നമ്മളവിടെ ആ സാധനം ഉണ്ട് വിചാരിച്ച് അങ്ങോട്ട് ചാടുമ്പോൾ ഉണ്ടാവും ഐറ്റിങ്ങൾ ആ മുള്ളെടുത്ത് ഒഴിവാക്കും. കണ്ടില്ലേ? നമ്മളെ മോട്ടറാക്കണേ എന്തൊക്കെയായാലും. ഇനി ഇവിടെ താഴോട്ട് ചാടുക. അല്ലേ താഴോട്ട് ചാടണ്ട, ഇവിടെ നിന്ന് തന്നെ നിന്നാൽ മതി. ഓക്കെ ഇനി അടുത്തത് അങ്ങനെ നീങ്ങിയോ നമ്മൾ ആ സാധനം ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമ്മളൊന്ന് അങ്ങോട്ട് നെക്കിപ്പോവും. അപ്പം നമ്മൾ അതിനെ മൈൻഡാക്കാണ്ട് അതിൻ്റെ വൈക്ക് വിടുക. ഓക്കെ അങ്ങനെ നമ്മൾ ആ ലെവൽ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത ലെവൽ നോക്കാം. അത് നീങ്ങിപ്പോണ് കാശ്, നീങ്ങിപ്പോണ്. ഓക്കെ അങ്ങനെ നമ്മൾ പറ്റുന്നില്ലല്ലോ. ഓക്കെ അങ്ങനെ അത് ചാടി. ഇവിടെ എന്തെങ്കിലും ആനാറില്ലേ, എന്തെങ്കിലും ഒന്ന് അവസാനത്തേക്ക് ഉണ്ടാവും. അവസാനത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കണി. അവിടെ നിന്നൊരു ചാടണം. ഓക്കെ അങ്ങനെ നമ്മൾ ആ ലെവല് കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത ഗേറ്റ് എത്താനാ ഇല്ലേ? നമ്മൾ ചാടുമ്പോൾ നീങ്ങിപ്പോണേ. അപ്പം നമ്മൾ ഓരോ ചാട്ടത്തിലും നീങ്ങിപ്പോകുന്ന എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും നമുക്ക് ചാടാം. ഓക്കെ അങ്ങനെ നമ്മൾ ആ ലെവലും കംപ്ലീറ്റ് ആക്കി. നമ്മൾ അടുത്ത ഗേറ്റിലോട്ടേക്ക് എത്തി. ഓക്കെ ഇനി അടുത്തത് ഇത് ടെലിപ്പോർട്ടിൻ്റെ സംഭവം ഗൈസ്. അതെനിക്ക് തോന്നുന്നു അതിൽ കയറരുത് അല്ല. ഓക്കെ അങ്ങനെ അപ്പോൾ നമ്മൾ ആ ലെവൽ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത ടെലിപ്പോർട്ടിൻ്റെ പരിപാടി. അത് നമ്മൾ അങ്ങോട്ട് ചാടരുത്, ചാടാണ്ട് അവിടെ നിൽക്കണം. നമ്മൾ പോസ്റ്റ് അടിച്ചാടെ നിൽക്കണം. ചാടല്ലേ? ഓക്കെ ഇനി അത് അവിടെ എത്തുമ്പോൾ ചാടണം. ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ടെലിപ്പോർട്ടായി. ഇവിടെ എനിക്ക് തോന്നി അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും. ഓക്കെ അപ്പോൾ അവിടെ വെയിറ്റ് ആക്കാം. ഓക്കെ ഇതവിടെ എത്തട്ടെ. യെസ് അങ്ങനെ നമ്മൾ ചാടി. ഇനി എന്നിട്ട് നീട്ടി അങ്ങോട്ട് ചാടണം. അപ്പോൾ അവിടെ എത്തും. ഓക്കെ സെറ്റ്. നമ്മൾ ആ ലെവൽ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്തത് യെസ്. അവിടെ കല്ലല്ലോ. അവിടെ ആ ടെലിപ്പോർട്ടിൽ നമ്മൾ കയറരുത്. യെസ് നമ്മൾ അത് കണ്ടില്ലേ? അത് സാധനം നീങ്ങിയപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ പോകണേ. അപ്പം നമ്മൾ അതിൻ്റെ അകത്തോട്ടേക്ക് എത്തരുത്. അതിൻ്റെ മുകളിലെത്തുമ്പോൾ നമുക്ക് ചാടണം. ഒരു കട്ട അങ്ങനെ നീങ്ങി വരും, അപ്പോൾ ചാടുക. ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എത്തി നോക്കുമ്പോൾ ഇത് ട്വിസ്റ്റാണ് ഗൈസ്. ഈ ഗെയിം ഫുൾ ഓഫ് ട്വിസ്റ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കൂല എന്താ ഉണ്ടാവുകയാണ്. കണ്ടില്ലേ? അജാതി ഗെയിമാണിത്. ഓക്കെ എന്തെങ്കിലും നിങ്ങളിത് കളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പറയാം. എന്തെങ്കിലും അടുത്തത് യെസ്. ഇത് ഓടുന്നത് നിൽക്കരുത്, ഓടുന്നത് നിൽക്കാണ്ട മണ്ടണം. ഒന്നും നോക്കാണ്ട് മണ്ടിയാൽ ഈ ഗതി വരും. കണ്ടില്ലേ? ഒന്നും നോക്കാണ്ട് മണ്ടരുത്, അല്ല ഒന്നും നോക്കാണ്ട് അതന്നെ മണ്ടരുത്. ഒരു ഇവിടെ ഇടോ നിൽക്കാണ് തോന്നുന്നു. ഓക്കെ യെസ്. ഓക്കെ അങ്ങനെ നമ്മൾ ആ ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്തത് യെസ് ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. യെസ്. ഇത് സിമ്പിളായിന്, വലിയ അടങ്ങാറില്ല. അപ്പോൾ അടുത്ത ഗേറ്റിൽ നമ്മൾ എത്തി. അടുത്ത ഗേറ്റ് നമുക്ക് ചാടി കിടക്കാം. ഇതെന്താ നമ്മൾ നീളം കൂടിയ മനുഷ്യനായി ഗൈസ്. ഇതിപ്പോൾ ചെറുതായി.
ഇതിപ്പോൾ എന്താ നീളം പിന്നെയും കൂടി ഗൈസ്, നീളം പിന്നെയും കൂടി. അപ്പം യെസ്, ഇതെനിക്ക് തോന്നുന്നു നീളവും ഒക്കെ ആയിട്ടുള്ള ഇത് ഒടുക്കത്തെ വലിപ്പമുള്ളത്, നീളമല്ല വലിപ്പം കൂടിയ മനുഷ്യനായി. ചെറിയ ഉറുമ്പ് പോയി പരിപാടി കൊള്ളാലോ. യെസ്, എന്നെ കാണുന്നുണ്ടോ അറിയില്ല, ചിലവർ ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞ് വെച്ച് കാണുന്നവർക്കൊന്നും ചിലപ്പോൾ എന്നെ കാണാൻ പറ്റില്ല. അവിടെ ഒരു മൂലക്കൊരു കറുപ്പ് ഒരു പൊടി മാതിരി ഒരു ഉറുമ്പ് മാതിരി ഒരു സാധനം പോകുന്നുണ്ട്. ഓക്കെ യെസ്, അങ്ങനെ നമ്മൾ വലുതായി ഇതിങ്ങനെ ചാടി ഇതൊരുമാതിരി ലെവലിട്ടോ. ചെറുതാകുമ്പോൾ നമുക്കൊരു എയിം കിട്ടില്ല, കൊടുക്കുന്ന സ്പീഡ് കൊണ്ടില്ലേ ചെറുതാകുന്ന സമയത്ത്. ഓക്കെ, ആ ഒരു സ്വിച്ചിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് നടക്കണം. നമ്മൾ കളി മനസ്സിലായി, ഇങ്ങോട്ട് നടക്കുക. യെസ്, ഇപ്പം നമ്മൾ പഴയ മാതിരിയായി. ഇനി എന്താണ്? ഓക്കെ, നമ്മൾ മെലിഞ്ഞൊരു മനുഷ്യനായി. നമുക്ക് വേണ്ടിയുള്ളൊരു തുളയും ഉണ്ടാക്കിയാടെ, നമുക്ക് വേണ്ടി ഒരു പരിപാടി അവിടെ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് അവിടെ ചാടിക്കടന്ന് ഇത് പിന്നെ ഇതെന്താ നീളം കൂടിയ മനുഷ്യൻ, നീളമല്ല പിടിച്ച് വലിച്ച് മറ്റേ 2 കയറിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തും വലിച്ച മാതിരി ഒരു ചങ്ങായി. ഓക്കെ, അതാ പിന്നെ അങ്ങനെ തന്നെ. യെസ്, ചാടറ. ഓക്കെ, ഈ പരിപാടി കൊള്ളാലോ. ഓക്കെ, അപ്പം അടുത്ത ഗേറ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. സുഖസുന്ദരമായി നമ്മൾ അടുത്ത ഗേറ്റിലെത്തി. ആൻഡ് ഓക്കെ, തലമ്പാണ് ഇത് ഒരുമാതിരി ഒരു ലെവല്, ഇതൊരു സുഖമല്ല, ഈ ഒരു ലെവല് സുഖമല്ല. എന്തൊക്കെ നമ്മൾ ചാടി പിന്നെ ചാടി ഇതെന്താണിത്, കള്ളനും പോലീസും കളിക്കണ. ഓക്കെ യെസ്, അങ്ങനെ നമ്മൾ ആ ലെവല് കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്തത് എന്ത് പരിപാടി? എന്തെങ്കിലുമൊക്കെ ഇവിടെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വരും എന്നുള്ള ഉറപ്പ്. കണ്ടില്ല, ആ ഗേറ്റ് ഇങ്ങനെ പോവുക ചെയ്യാം, ആ മുള്ളിലോട്ടേക്ക് പോവും. അതിന് മുമ്പേ നമ്മളിവിടെ എത്തണം. അങ്ങനെയാണ് കളി. അതിൻ്റെ ഇടയ്ക്ക് ഒരു മുള്ളും കൂടി വെച്ചാൽ നമ്മൾ എങ്ങനെ എത്താനാ ബോസ്? ഇവിടെ ആയിട്ട് ആടാടി ഞാൻ എന്താ കളിക്കണേ? ഓക്കെ, ഞാൻ റീസ്റ്റാർട്ട് അടിച്ച് അടുത്തിരി സമയം പോയതുകൊണ്ട് ഞാൻ റീസ്റ്റാർട്ട് അടിച്ച് ഇനി അടുത്തത് കളിക്കണത്. ഓക്കെ, പോട്ടെ വണ്ടി പോട്ടെ, ചാടി. അങ്ങനെ നമ്മൾ ആ ലെവല് സുഖസുന്ദരമായി ഇത്തിരി പാളിച്ച പറ്റിയെങ്കിലും നമ്മൾ സംഭവം റെഡിയാണ്. ഇത് നീങ്ങിപ്പോണേ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചാടണം. ചാടി മറ്റൊരു സംഭവമില്ലേ, നേരത്തെ ഏതോ ഒരു ലെവലിൻ്റെ അകത്തൊരു ഇങ്ങനെ ചാടി കളിക്കുന്ന സാധനം, അതേമാതിരി ഒരു പരിപാടി. ഓക്കെ, ഇനി എന്തോ നമുക്ക് നീങ്ങാൻ പറ്റില്ല. ഈ വാതിലാ നീങ്ങുന്ന കാശ് നോക്ക് വാതിലാ നീങ്ങുന്ന, നമ്മളല്ല നീങ്ങണ വാതില്. അത് അടിപൊളി കേട്ടോ. ഓക്കെ, നമ്മളെ ട്രാപ്പാക്കാൻ നോക്കണേ. ശരിക്കും എങ്ങനെ നമ്മളിപ്പോൾ ആടുന്ന് ചാടുകയെന്ന് മനസ്സിലായത്. എന്തായാലും ഇവിടെ വെച്ചെന്തോ ഒരു ട്വിസ്റ്റ്. ആറ് മണ്ടണം തോന്നുന്നു എനിക്കപ്പം. ട്രാപ്പാണല്ലോ, മണ്ട് തന്നെ, ആടുന്ന് ഇങ്ങനെ മണ്ടേണ്ടി വരും. ഓക്കെ, മണ്ടി. യെസ്, അങ്ങനെ നമ്മളവിടെ എത്തി. അടുത്ത ഗേറ്റിലെത്തി. 2-3-4 ഗേറ്റും കൂടി കടന്നാൽ നമ്മൾ ഈ ഒരു ലെവല് കഴിയുന്നതാണ്. ഓക്കെ, അടുത്ത ലെവല് തുടങ്ങി. ഇത് ഇതൊരുമാതിരി എന്തിപ്പോൾ ചെയ്യാം? ഇവിടെ എത്തുമ്പോൾ ചാടാം. അതിൻ്റെ കയറിപ്പോയി ചാടുന്നു പരിപാടി. ഓക്കെ, പറ്റുന്നില്ല, നമ്മളാടെ തുഞ്ചത്തെത്തിന് ഒരുമാതിരി ആകുമ്പോൾ. യെസ്, അങ്ങനെ നമ്മൾ എത്തി. ഓക്കെയാണ്, സെറ്റപ്പാണ്. ഈ ലെവലല്ലേ നേരത്തെ കഴിഞ്ഞു പോയത്, പിന്നെ ഇതേ ലെവലോ? ചെറിയ വ്യത്യാസം. അതെന്തോ അവിടെ എന്തോ ഒരു ബഗ് അടിച്ചുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ശശിയാവും ഇനി. തോന്നി എനിക്ക് തോന്നുന്നു അവിടെ വെയിറ്റ് ആക്കണോ? എന്താണ് വല്ലാത്ത പരിപാടിയാണല്ലോ. എന്ത് പരിപാടിയാണ്? ആടെ നമ്മൾ മുകളിൽ കൂടെ പോകുമ്പോൾ ചെറുതാവും, അടി കൂടെ പോകുമ്പോൾ വലുതാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. മുകളിൽ കൂടെ പോയി ചാടാം. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ മുകളിലെ സാധനം കാണുമ്പോൾ അടിയിലോട്ടേക്ക് പോകും. ട്രിക്ക് ജാതിയാ. അപ്പം നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ചാടണം. ഓക്കെ, സെറ്റപ്പാണ്. ഇനി മുകളിലോട്ട് ചാടാം. പിടി കൊടുക്കരുത്, നമ്മൾ പിടി കൊടുക്കുകയേ ചെയ്തത്.
ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. നമ്മളവിടെ അറ്റത്ത് എത്തുമ്പോഴേക്കും ഓരോ ഒരു മാതിരി പരിപാടി വെക്കുക. എന്തൊക്കെയായാലും യെസ്, ഒരു ചാട്ടം ചാടി, ഇനി ആടുന്ന ചാടി. ഓക്കെ, നമ്മളങ്ങനെ സുഖസുന്ദരമായി ആ ലെവൽ കംപ്ലീറ്റ് ആക്കി. ഈ ലെവലും കൂടി കഴിഞ്ഞ് നമ്മൾ അടുത്ത ഗേറ്റിലോട്ടേക്ക് എത്തും. എന്താ ഈ ആ സാധനം വന്ന് നമ്മൾ എവിടേക്ക് ചാടാനാ? ഓ, ഇതിൻ്റെ മുകളിൽ ചാടാ, നമ്മൾ ചാവൂല. കളി കൊള്ളാനോ? ഓക്കെ ഓക്കെ യെസ്. അങ്ങനെ നമ്മൾ അടുത്ത ഇതിലോട്ട് ചാടി. എന്താ ആടെ റെഡിയാവില്ല. ഓക്കെ, അങ്ങനെ സെറ്റപ്പാണ് ഗൈസ്. എനിക്ക് തോന്നാൻ അടുത്ത് ചാടിയാലും ഞാൻ ചാടിയില്ല എന്തായാലും. അതിൽ ചാടി നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതിന് വേണ്ടി കാത്തുനിന്നോയി. മറ്റേ ചാടി വെക്കണേ ചാവുമെന്ന് അറിയാൻ. എന്തായാലും ചാവലുണ്ടാവും. നമ്മൾ മാനത്ത് കണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അതിൽ നമ്മൾ ചാടാൻ നോക്കിയില്ല. ഇതെന്താണിത്? ഇത് പരിപാടി എന്തത്? അങ്ങനെ നമ്മൾ ചാടി പോകുന്ന പരിപാടി. മറ്റേ ഫ്ലാപ്പി ബേർഡ് ഇല്ലേ, അതിൻ്റെ ഒരു പരിപാടി. ഓക്കെ, അപ്പോൾ ഏകദേശം ആ മുകളിലെത്തുന്ന രീതിയിലായിട്ട് നമുക്ക് ചാടാം. അപ്പം അവിടെയൊക്കെ നമ്മളെ സാധനം എത്തിക്കോളല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ലെവൽ കഴിഞ്ഞ് ഇനി എന്താ ഉള്ളത്? ഇത് നമുക്കൊരു സൈഡിലൂടെ അത് സൈഡ് ചേഞ്ച് ആണ്, കണ്ടില്ലേ? നമ്മൾ ആ സ്വിച്ച് നോക്കിയപ്പോൾ സൈഡ് ചേഞ്ച് ആയി. അങ്ങനത്തെ പരിപാടി. ഓക്കെ, അപ്പം താഴത്തെ മുകളിലത്തെ സ്വിച്ച് ഉണ്ടല്ലേ, ആ സ്വിച്ചിലോട്ടേക്ക് നമുക്ക് എത്തേണ്ടിയില്ല. അടിയത്തെ സ്വിച്ച് നിൽക്കാൻ പോകുമ്പം നമ്മൾ മുകളിലത്തെ സ്വിച്ചിലോട്ട് പോകണം. ആടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. യെസ്, അതെന്താ അത് നീങ്ങിയില്ല. ഞാൻ ആ സ്വിച്ച് നോക്കിയപ്പോൾ അത് തിരിച്ചിങ്ങോട്ടേക്ക് ദിശ മാറിയില്ല, സൈഡ് മാറിയില്ല. ഓക്കെ, അപ്പം മുകളിലോട്ടേക്ക് പോവാം. അടിയിലോട്ടേക്ക് വെറുതെ പോയി ശശിയാവണ്ട. ഓക്കെ ആണ്, സെറ്റപ്പാണ് ഗൈസ്. യെസ്, അങ്ങനെ നമ്മൾ ആ ലെവലും സുഖസുന്ദരമായി കളിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താള്? യെസ്, ഇത് ചെറുതാണ് ഗൈസ്, ചെറുതാണിത്. സ്ലോയും കുറയുന്നുണ്ട് ഞാൻ നിൽക്കുമ്പോഴേ. ഓക്കെ, നമ്മൾ 2-3-4 കൈയൊക്കെ വെച്ച് ആ ചാടുന്ന വട്ടം നെക്കിക്കൊണ്ട് മാത്രം നമ്മൾ ഇവിടെ വെച്ച് രക്ഷപ്പെട്ടി. ഓക്കെ, ഇനി ഇതെന്താ പരിപാടി? ഇത് സുഖമാണല്ലോ. ഓ, ഇതിൻ്റെ ഇടക്ക് മുള്ളും കയറ്റി കളഞ്ഞ് അത് പരിപാടി. അത് ഇത് കൊള്ളാലോ. മോൾ കൂടെ ആടുമ്പോൾ നോക്കണ്ടേ, മോൾ കൂടെ ഇപ്പുറത്തെത്തി. അത് പരിപാടി കൊള്ളാലോ. നമ്മൾ മോൾ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് എത്തും. മുകളിൽ പോകുമ്പോൾ നമ്മൾ ചത്തൂല. ഇത് കറക്റ്റ് ഫ്ലാപ്പി ബേർഡ് കേട്ടോ. കറക്റ്റ് ഫ്ലാപ്പി ബേർഡ് കോപ്പി അടിച്ചിട്ട് അതിലുണ്ട്. അടിയിൽ പോകുമ്പോൾ നമ്മൾ ചാവുണ്ട്, അടിയിലോട്ട് പോകുമ്പോൾ നമ്മൾ ചാവുണ്ട്, മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ചാടില്ല. എന്തോ ബഗ്ഗായിരിക്കും. ഓക്കെ യെസ്, നമ്മളെങ്ങനെങ്കിലൊക്കെ ഒന്ന് കളി ജയിച്ചേ പറ്റും. യെസ്. ഓ, അറ്റത്ത് ആടെ 2 വെച്ച് നമുക്കൊരു പണിയായി. അപ്പോൾ എന്തൊക്കെയാലും ഓക്കെ, അങ്ങനെ നമ്മൾ ആ സ്വിച്ച് നോക്കി. ഇനി ചാടി പോട്ടെ. ഓക്കെ നമ്മളെങ്ങനെങ്കിലൊക്കെ ഒന്ന് കളിയും, റെഡിയാക്കും. യെസ്, നമ്മളങ്ങനെ ആടെ എങ്ങനെയൊക്കെ എത്തി. ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. യെസ്, ഇനി നമ്മൾ ഈ സ്വിച്ച് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കാണിക്കും. അങ്ങനെ 3-4 ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നീ ഇവിടെ എന്തെങ്കിലും ഇനിയുള്ളത് എന്തെങ്കിലും അറിയില്ലേ, അതാ നമ്മളെ ട്വിസ്റ്റ് അടിപ്പിച്ചാളും. അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ് ഇതിൻ്റെ ലെവല്. ഓക്കെ, ഈ സ്വിച്ച് നോക്കി അപ്പുറത്തെത്തുമ്പോൾ ആ സ്വിച്ച് മുകളിലോട്ടേക്ക് നീങ്ങും. ഓക്കെ, ഇനി ആ മുകളിലുള്ള സ്വിച്ച് താഴോട്ടേക്ക് ഇങ്ങനെ ഇന്ന് പോവും. ഓക്കെ, പറഞ്ഞില്ലേ? ഇനി എന്ത് പരിപാടി? ഓക്കെ, ആ സ്വിച്ച് നോക്കി പിന്നെ മുകളിലൊരു സ്വിച്ച് പൊങ്ങി വന്ന് നമ്മൾ മുകളിലോട്ടേക്ക് പോയാൽ നന്നായി, അല്ലെങ്കിൽ അത് നമുക്ക് മിസ്സായി പോവുകയാണ്. സോ ഗായ്സ്, എന്തെങ്കിലും ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ്സ് പിന്നെ